ദുആഉൽ കർബ്, മാനസിക വിഷമങ്ങൾ മാറാൻ, ടെൻഷൻ മാറാൻ ഈ ദുആ ചെയ്താൽ മതി. ഏതാ ദുആ എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് കൂടെ ചെല്ലണം. ചെല്ലൂല ഇൻഷാ അല്ലാഹ്? ഉറക്കെ പറയിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത്രേ ഉള്ളൂ. ആകെ 3 വരിയേ ഉള്ളൂ. എന്തെളുപ്പമാണ്. അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളി. മൊബൈലുള്ളവരൊക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിച്ചോളി. ഇത് ശ്രദ്ധിച്ചോ. എന്താണിത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് റബ്ബിന്റെ മദ്ഹ, അള്ളാഹുവിനെ ഉയർത്തി പറയാണ്. ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സങ്ങനെ ശാന്തവും. ഇതാര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിന്റെ ദുആ തന്നെ ദുആഉൽ കർബ് എന്നാണ്. മാനസിക വിഷമങ്ങൾ മാറാനുള്ള ദുആ. ഇത് ചൊല്ലി നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് ഭാര്യ അകത്ത് കയറുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ അടിച്ച് നീ നീറണ്ട, നീ എന്ത് ചെയ്തോ, ഇത് ചൊല്ലിക്കോ. അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ, കുട്ടികൾ ഒരു 10 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് പരീക്ഷകളിലോട്ട് കയറിക്കേ. കാണാതെ അങ്ങോട്ട് പഠിക്കുന്നത് ചെറിയതല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. 1 മിനിറ്റ് ഒന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ നീ 3 പേജ് 4 പേജൊക്കെ ഉള്ള എസ്സേ പഠിക്കുന്നവനല്ലേ. എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ?